എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു കിടിലൻ വീഡിയോയ്ക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഊട്ടിയിലാണുള്ളത്. ഇവിടെ എങ്ങനെ എത്തി എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടോ. ഊട്ടിക്ക് ഇറങ്ങാനുള്ള പ്ലാൻ രാത്രി ഇപ്പോൾ 12 മണിയാണ്, 12 ആയിട്ടുണ്ടാവും. ഞാൻ ഊട്ടിക്ക് പോകും. നമ്മൾ റൈഡടിച്ചപ്പോൾ കോയമ്പത്തൂർ എത്തി. നമ്മുടെ വണ്ടി ഇതാക്കാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി നേരെ ഊട്ടിക്ക് വെച്ച് പിടിക്കണം. നമ്മൾ റൂമിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു 3.5-4 മണിക്കൂറൊക്കെ കാണിച്ച്. അപ്പോൾ 85 കിലോമീറ്ററും കൂടെ ഉണ്ട് ഇനി ഊട്ടിക്ക്. നമുക്കറിയില്ല, കണ്ടു നോക്കട്ടെ അങ്ങനെ ആവുമെന്ന്. ഞങ്ങൾ 12 മണി വരെ നമ്മൾ ഇന്ത്യൻ്റെ ഫൈനൽ കണ്ടിരുന്നു. ഇന്ത്യൻ്റെ ഫൈനൽ തോൽക്കാൻ പോണ കളി അവസാനം ജയിച്ച് വരുന്നതായിരുന്നു നമ്മൾ കണ്ട്. ഭയങ്കര അത് കണ്ടപ്പോൾ അങ്ങനെ ഇരുന്ന് വായ്പ. ചായ കുടിക്കാൻ നിർത്തി. അറിയുന്നുണ്ടോ? ഐ ലവ് യു ഗോവ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കണ്ട. കണ്ടോ, ഇവിടെ വരുന്നവരൊക്കെ അത്യാവശ്യം എടുക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നത് എന്താ സാധനം എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ എന്താണ് നമ്മുടെ ഊട്ടിയിലേക്ക്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളിതാ മേട്ടുപ്പാളയം എത്തിയിരിക്കുന്നു. മേട്ടുപ്പാളയം എത്തിയിട്ട് അവിടെ ഇന്നലെ രാത്രി തീരെ നല്ല ടയേർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിട്ട് ഉറപ്പൊന്നും വരുന്നില്ല. പക്ഷെ ഇന്നത്തെ ദിവസം എക്സ്പ്ലോർ ചെയ്യാനുള്ളതല്ലേ. അങ്ങനെ ഞങ്ങൾ മേട്ടുപ്പാളയം എത്തിയിട്ടോ ബാക്കിൽ അവിടെ ഞങ്ങളൊരു റൂം എടുത്തു. കുഴപ്പമില്ല, രണ്ടുപേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങി. ഇപ്പോൾ സമയം ഒരു 7-8 മണിയായിട്ടുണ്ട്. ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് ഇവിടെ നേരെ ഊട്ടിക്ക് ഇറങ്ങാമെന്നുള്ള പ്ലാൻ. ഞങ്ങൾ ഏതോ ഒരു വെച്ചിട്ടുള്ള സ്ഥലത്തെത്തി. എവിടെയാണെന്നൊന്നും അറിയില്ല. കോട്ടഗിരി എത്തി. കോട്ടഗിരിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുക. നോക്കട്ടെ ഏട്ടാ. നമ്മളിപ്പോൾ മൂന്നാർ ഊട്ടിയാണല്ലേ. ഊട്ടി ഒരു ദിവസം അക്ക് വിളിച്ചിട്ട് പറയാണ്, എടാ നമുക്ക് ഊട്ടിക്ക് പോവാം, മീൻസ് എവിടേക്കെങ്കിലും പോവാം, നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഊട്ടി പ്ലാനാക്കി. അങ്ങനെ ഊട്ടിയിലെത്തിയപ്പോൾ അവസ്ഥ ഇതേനി. അപ്പോൾ എന്താണ്, നമ്മൾ നേരെ കോയമ്പത്തൂർ പോയി. കോയമ്പത്തൂരിന് റൂം എടുത്ത് വിഷ്വലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്നിട്ട് എത്തി. അവിടെ നിന്നിട്ട് വരുമ്പോൾ ഞാൻ വിചാരിച്ച് തേങ്ങ ഇനിയിപ്പോൾ കോടമഞ്ഞും ഉണ്ടാവില്ല, മഴയും ഉണ്ടാവില്ല. കാരണം തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വിചാരിച്ചു ശരി, കുറച്ച് ഇങ്ങനെ കയറി വന്നപ്പോൾ ഉണ്ട് അടിപൊളി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഊട്ടിയിലൊക്കെ വരുമ്പോൾ പോണ ഒരു പ്രത്യേക ഒരു ടിപ്പിക്കൽ ഏരിയ ഉണ്ട്. അല്ലെങ്കിൽ പാർക്ക്, അല്ലെങ്കിൽ ലൈക്ക്, അല്ലെങ്കിൽ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള കുറച്ച് പ്ലേസൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അതൊന്നും അല്ലായിരുന്നു വേണ്ടത്. ഞങ്ങൾ അങ്ങനെ ഒരു വഴി, ഏതാ വഴിയെന്നൊന്നും അറിയില്ല, ആ വഴി കൂടെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നിങ്ങൾ അവിടെ കാണുന്ന ആ ഒരു ഫാക്ടറി കണ്ട. ആ ഫാക്ടറി തേയിലിൻ്റെ ഫാക്ടറിയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല സ്മെല്ലല്ല, നല്ല കിടിലം മണമാണ്. പിന്നെ നമ്മൾ ഊട്ടി കോയമ്പത്തൂരിൽ നിന്ന് കയറി വരുന്ന റോഡ് ഈ മലൻ്റെ അപ്പുറത്തൂടെയാണ്. ഞങ്ങൾ അധികം കയറി അവിടെ നിന്ന് ഏതിക്കോ വന്ന് ഇവിടെ എത്തിയതാണ്. അപ്പോൾ നമ്മുടെ അക്കും അവിടെ നിൽക്കുന്നുണ്ട്. വീഡിയോസൊക്കെ എടുത്തിട്ട് ഇവിടെ കുറേ പാഡീസ് ഉണ്ട്. അപ്പം നമുക്ക് വെറുതെ ഇങ്ങനെ നടന്നിട്ട് ഇവിടുത്തെ ഒരു വ്യൂവും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് പോവാണ്. അട്ടയൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നു. പക്ഷെ മഴയൊന്നും കാര്യമായിട്ടില്ല. പക്ഷെ കോടമഞ്ഞും ഒരു മഴ മൂടി നിൽക്കുന്ന അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു ഫ്രെയിം നോക്കിയാക്കി നിൽക്കുന്നത്. എന്ത് രസമല്ലേ, അടിപൊളിയല്ലേ. ഇതിൻ്റെ താഴങ്ങൾ കണ്ട, ഹോം സ്റ്റേകൾ കണ്ട, റിസോർട്ട് പോലത്തെ ഉണ്ടല്ലോ അവിടെ, അടിപൊളിയല്ലേ. ആ തേയില മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ആ ഒരു ഏരിയ. അപ്പോൾ ഹോം സ്റ്റേ ഇവിടെ ഹോം സ്റ്റേ ഉണ്ട്. ഇവിടേക്കുള്ള വഴിയാണ് മെയിനായിട്ട്. ഫുൾ ഈ ഏരിയ ഫുൾ അവൻ്റെ ആണ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെന്തായാലും ഇവിടെ കുറച്ച് നേരം കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല പോട്ടെ. ആ തേയിലത്തോട്ടവും റിസോർട്ടൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചറിയും. അഫ്കു പറഞ്ഞു നമുക്ക് സ്ട്രോബെറി തോട്ടം കാണണം. അങ്ങനെ ഞങ്ങൾ നേരത്തെ കണ്ട വിഷ്വലിൽ ചോട്ടിൽ കുറേ അധികം ഫാംസ് ഞങ്ങൾ കണ്ടു. ആ ഫാം കണ്ടപ്പോൾ അക്കു പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്താണ്. ഞങ്ങൾ സ്ട്രോബെറി ഫാം ചോദിച്ചിറങ്ങിയാണ്. ബാക്കിൽ കോടമഞ്ഞും പ്രകൃതി കാണണ്ട അക്കോടെ ഉണ്ട്. സ്ട്രോബെറി ഫാം ചോദിച്ചിട്ട് ഏതോ കാട്ടുവഴി കൂടെ വന്ന. പക്ഷെ ഇവിടെ എത്തിയിട്ട് സ്ട്രോബെറി ഫാം എവിടെയെന്ന് അറിയണല്ലോ, ഒന്നും അറിയണ്ട. അപ്പോൾ ഒരേട്ടൻ കണ്ടു പ്രത്യേകം പോകണം. ഇതിലൂടെ കൃഷിയാണ്. ഇത് വൈറ്റ് വൈനാ അല്ല, വൈറ്റ് അതിന്റെ നെയിമാണ്. ഓക്കെ. സാധനം
இதுல காஸ்ட்லி உண்டு, இது வேஸ்ட். நல்ல ரேட் இருக்குமா? விலை இருக்குல்ல? நல்ல விலை இருக்குல்ல? நல்ல விலை இருக்கு, ஓனருக்கு தெரியும், நமக்கு அதுக்கு தெரியாது. ഓക്കെ ഓക്കെ പോവല്ലേ? ശരി എന്നാ ഇത് കൂടെ പോയിക്കോളി. ശരി ശരി. ആ ഇല്ലി എന്ന് പറയുന്ന ഫ്ലവർ ഭയങ്കര ഫേമസ് ആണ്, അതുപോലെ തന്നെ അതിന് അത്യാവശ്യം റേറ്റും ഉണ്ട്. അപ്പോൾ അത് കണ്ട് ഞങ്ങളെ ഫാമിലൊന്നും കയറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി ഫാമും തേടി ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ട്, അത് കഴിഞ്ഞ് റോഡ് കഴിഞ്ഞ് പിന്നെ അത് ഇവിടെ നിന്ന് തിരിച്ച് മോളിൽ കൂടെ പോയി തേയിലത്തോട്ടത്തിൻ്റെ സൈഡോടെ കുറച്ച് ഓഫ് റോഡ് പോലെയൊക്കെയുള്ള ഫീലായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ അതൊന്നും നോക്കിയില്ല, സ്ട്രോബെറി ഫാം കാണാൻ പറഞ്ഞ് മുന്നോട്ട് മാത്രം ഒരേ പോക്ക്. വന്ന് വഴിയില്ലാതെ അപ്പോൾ വണ്ടിയോട് ജസ്റ്റ് ചാരി വെച്ച് ഇനി ഫാം എവിടെയാന്ന് നോക്കണം. അതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് അറിയില്ല. ഞങ്ങൾ വന്നപ്പോൾ കയറിയ വഴി ഇതാ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ആ ഒരു അമ്പലമാണ് ആ ചേട്ടൻ നമുക്ക് അടയാളം പറഞ്ഞു തന്നെ. ലില്ലി ഫ്ലവർ ഒരു ഫ്ലവർ കാണിച്ചു തന്നില്ല, അവിടെ നിന്ന് ഫ്രഷ് സ്ട്രോബെറി അവിടെ കിട്ടും. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ റിസർച്ച്, അതിന് വേണ്ടിയിട്ടുള്ള യാത്ര കേട്ടോ. കാരണം നമ്മൾ ഊട്ടി എത്തിയിട്ടില്ല. ഇനി ഊട്ടി എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ വേറൊരു ഏരിയയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ ഡൈവേർട്ടായി. ഫാമൊക്കെ കണ്ടപ്പോൾ അക്കോതാ ബാക്കിൽ നടന്നു വരുന്നുണ്ട്. വേണ്ട നോക്കാം നമുക്ക് ഫാം കാണോ, സ്ട്രോബെറി കിട്ടുമോ, തിന്നാൻ കിട്ടുമോ എന്നൊക്കെ. ലൈവായിട്ട് പറിച്ച് തിന്നാൻ കിട്ടുകയാണെങ്കിൽ പൊളിക്കും. അതാ ഫാം ഇവിടെ ഉണ്ട്. എനിക്കും അതാ തോന്നുന്നത്. വന്ന് വളഞ്ഞ വഴിയായി പോയി. വന്ന് നമ്മൾ അവരുടെ വീടുകളുടെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്നത്. ഈ അറിയില്ല എന്താവും ഇതന്നെ വഴി അറിയില്ല, പോയി നോക്കാം. അവസാനം നമ്മളെ നേടിയെടുത്തില്ല, പക്ഷെ സാധനം കിട്ടി. അവിടെ വീട്ടുകാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അത് ഇവിടെ തന്നെയെന്ന് പറഞ്ഞേ. ഇത്രയ്ക്കുള്ളിക്കാണ് സ്ട്രോബെറി ഫാം. വെരി സീൻ. നമ്മളങ്ങനെ നടന്ന് അവിടെ എത്തിയൊക്കെ ബൈക്ക് വരുന്നുണ്ട്, ഇവിടെ ഉള്ളവർ കൊണ്ടുവരും. പക്ഷെ നമ്മൾ പരിചയമില്ലാത്ത വന്നാൽ തിരിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലോ പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന് അവിടെ തന്നെ വെച്ചു. അവിടെ തന്നെ തിരിക്കാൻ കഴിയില്ല. ഇനി എന്തൊക്കെ കാണിക്കണം അറിയാം. ഫുള്ള് കൃഷിയാണ് ഇവിടെ. ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് അവർ എന്താണ് റെഡി ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തൊക്കെയോ കൃഷിയുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാനൊന്നും അലൗഡാണോന്ന് അറിയില്ല, നമുക്ക് ചോദിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ആ വണ്ടികൾ ഇതിലൊന്നും കാണില്ലല്ലോ, ഫുള്ള് ഡാർക്ക് മോഡ്. ഇതൊക്കെയാണ് കേട്ടോ ഫാമിലോട്ടുള്ള വഴി. ഇത് തന്നെയല്ല, അവിടെയും കുറേ ഫാമുണ്ട് അല്ലേ? അണ്ണാ ഇത് പാക മുടിയുമാ? ഇതാണ് സ്ട്രോബെറി. ജസ്റ്റ് പാക്കുന്നതൊക്കെ വന്നേ. സ്ട്രോബെറി കാലയിൽ എടുത്തോ? രാവിലെ പറിക്കോ? சும்மா அப்படியே போய் பார்க்கலாம்ல? கேமரா இருக்குது, கேமரா சார் பார்த்து இல்லை சார் பேகெல்லாம் பிறகு உள்ள ஒன்றும் அலௌடு கிடையாதா? அலௌடு இப்போ இல்லையா, அது வராதே, போயிட்டே வராது. சரி, இங்கேருந்து பார்க்கலாம். இங்கேருந்து பார்க்கணும் ரெண்டு போட்டு எடுத்து. അക്കോടെ വന്നിട്ട് സ്ട്രോബെറി നോക്കിക്കൊണ്ടിരിക്കട്ട. ഫാം കണ്ടു, പൂതി എറിഞ്ഞ് പോവാ. അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി കണ്ടു, പറിച്ച് തിന്നാനൊന്നും പറ്റിയില്ല. കാലത്തന്നെ അവർ കൃഷി പറിച്ചിട്ട് കൊണ്ടു കൊടുക്കില്ലേ, ആ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ച സ്ട്രോബെറി ഒക്കെ ഉണ്ടായിരുന്നു. അത് നോക്കിയപ്പോൾ ആശ തീർത്ത് ഞങ്ങൾ ആശ പറിച്ച് തിന്നണം എന്നൊക്കെ ആയിരുന്നു കേട്ടോ ആഗ്രഹം. പക്ഷെ അവർ മോർണിംഗ് തന്നെ പറിച്ചിട്ട് അവർ കൊണ്ടുപോയി. നമ്മളൊരു 11 മണിക്ക് മുന്നേ വരികയാണെങ്കിൽ സാധനം കാണാൻ പറ്റിയല്ലേ. അപ്പോൾ എന്തായാലും കണ്ടില്ലേ, ഇതാണ് സ്ട്രോബെറി ഫാം. എന്താണ് വെറുതെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് വഴിയൊക്കെ ആയിരുന്നു നല്ല രസം. പിന്നെ ഞങ്ങൾ നേരെ ബൈക്കിൻ്റെ അവിടെ എത്തുന്നത്. നല്ല മഴയും പെയ്യുന്നുണ്ട്. നേരെ കോട്ടിട്ടിട്ട് എവിടേക്ക് ഓടണേ, നേരെ കോട്ടിട്ടിട്ട് ഒറ്റപ്പെട എവിടേക്ക്? ഊട്ടിക്ക്. അപ്പോൾ ഊട്ടി എത്തുമ്പോൾ അതിന് മുന്നേ നല്ല അടിപൊളി വല്ലതും ഉണ്ടെങ്കിൽ കാണാം. മഴ വരുന്നുണ്ട്, തേങ്ങ. അയ്യോ ചളി. എന്നാ നനിയോ? അവിടെ എത്തിയിട്ട് കോട്ടിടാമല്ലോ. ഇവിടുത്തെ ഈ ഒരു വീടിൻ്റെ അപ്പൂപ്പനാണ് നമുക്ക് സ്ട്രോബെറി എവിടെയാണെന്നുള്ളത് പറഞ്ഞു തന്നിട്ടാ. അക്കു ഓടിച്ചെത്തുള്ള അക്കുവിന്. ഞങ്ങൾ ബൈക്കിൻ്റെ അവിടെ എത്തിയിട്ട് വരാം. ഓക്കെ അല്ലേ? ഈ സ്ട്രോബെറി ഓക്കെ അല്ലേ? ഇതിനെന്താ കുഴപ്പം? വേറെ കാണണം.
എടാ 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 പുറകോട്ട് പോയി എല്ലാ കുഴി റെക്കോർഡിങ്ങാ തിരിച്ചു വിടി. പൊറോട്ട എന്ത് ചെയ്യും? ഇങ്ങനെ അങ്ങ് പോകും. അടുത്തൊരു ഫാം കണ്ടിട്ട് ഞങ്ങൾ കയറിയതാട്ടെ. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചു നോട്ടെ, കാണാൻ പറ്റും എന്താണെന്നൊന്നും അറിയില്ല. ജസ്റ്റ് ചോദിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുക. ചോദിച്ചിനി അയക്കോ അയക്കില്ല എന്നുള്ള കാര്യമൊന്നും അറിയില്ല. വരാൻ പറ്റുമോ? ഇതെന്തോ തയ്യാട്ടെ. ആ ചേച്ചിമാരിയ്ക്കുന്നുണ്ട്. അവർ പറഞ്ഞ കിച്ചണിൻ്റെ വെജിറ്റബിൾസ് ഇല്ലേ, അപ്പോൾ ചൈനീസ് സാധനങ്ങളൊക്കെ ആണെന്നാണ് പറഞ്ഞിട്ട്. ഓരോ വെറൈറ്റി ചൈനീസ് സാധനങ്ങൾ, വെറൈറ്റി നമ്മുടെ എന്താണ് വെജിറ്റബിൾസ്, അതിൻ്റെ തൈകളാണ്. അപ്പോൾ ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ബീട്രൂട്ട് അവർ വിളയെടുത്തോണ്ടിരിക്കുക കേട്ടോ. കണ്ടില്ലേ നിങ്ങളത്? ഉണ്ടോ? ആ ചേച്ചി കണ്ടോ? ആ ചേച്ചി ഭയങ്കര എന്താ സപ്പോർട്ടാട്ടാ. നമ്മൾ പറഞ്ഞു നമ്മൾ ഇതുപോലെ കാണാൻ വന്നാണ്, അപ്പോൾ ഇതൊക്കെ കാണണമെന്നുണ്ട് പറഞ്ഞപ്പോൾ ആ ചേച്ചി അതിനെന്താണ് എവിടെ ഫ്ലവറാ അവിടെയാ? ആ ആ ആ ആ ഓക്കെ അവിടെ അല്ലേ? നമ്മൾ നേരത്തെ പോയ അവിടുത്തെ കാര്യമാണ് ചേച്ചി പറയണം. നമ്മൾ സ്ട്രോബെറി പോയി ലില്യംസാ അത് കണ്ടു. ആ ഫ്ലവറും കണ്ടു. ഇതൊക്കെ ബീട്രൂട്ട് കേട്ടോ. കണ്ടോ നിങ്ങൾ? ബീട്രൂട്ടിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചത്. എന്താണ് എന്ത് ക്യാരറ്റ്? റെഡ് ക്യാബേജാണ് ഇത്. അപ്പോൾ ആ റെഡ് ക്യാബേജ് ചേച്ചി പറഞ്ഞു ഫ്രീ ആയിട്ട് തരാൻ പറഞ്ഞു. ഇത് കണ്ടോ നിങ്ങൾ? ബീട്രൂട്ട് കിടക്കുന്നത് വെറുതെ കിടക്കുന്നതാ, കംപ്ലൈൻ്റ് ആയതൊക്കെ. അതെ, റെഡ് ക്യാബേജ് വേണമെങ്കിൽ കൊണ്ടുപോക്കോ, ഫ്രീ ആയിട്ട് തരാമെന്നാണ് പറഞ്ഞേ. റെഡ് ക്യാബേജ് കണ്ടോ? ആ സാധനം ക്യാബേജ് പക്ഷെ നല്ല രസമുണ്ടല്ലേ കളറ്? ഒരു വേറെ തന്നെ ഒരു സ്റ്റൈൽ സാധനം. അപ്പം ഇവർ ആ ഒരു ഫാമിൽ ഇതിൻ്റെ ചെടിയൊക്കെ കൊണ്ടുവന്നിട്ട് മുളപ്പിച്ചിട്ട് ഇവിടെ തന്നെ കൃഷി ചെയ്യാതുണ്ട്. അപ്പോൾ അവർ ബീട്രൂട്ട് അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ കളറാണ് അല്ലേ? ഞാൻ ഈ വിഷ്വലിൽ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. ഒരു കുഞ്ഞൊരു വയലറ്റ് മിക്സ്ഡ് ഒരു കുഞ്ഞു ചെടി കണ്ടിട്ടുണ്ടാവില്ലേ? ആ കുഞ്ഞു ചെടിയില്ലേ, ഇതാണ് സാധനം. സംഭവം ചേച്ചി തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് കുറേ ഡാമേജ് ഒക്കെ ഉണ്ട്. കണ്ടോ? അവിടെ വരെ കൊണ്ടും പോകണ്ടേ? തിന്നാൻ പറ്റുമോ? നമ്മൾ ഈ ഇതിനൊക്കെ കഴിക്കണ പോലെ അല്ലേ? ക്യാബേജ് തന്നെ കളർ മാത്രം വ്യത്യാസം. പൊളിക്കല്ല, മതി എന്താ അങ്ങനെയുണ്ട്. അക്ക് തിന്നു നോക്കുക കേട്ടോ പച്ചയ്ക്ക്. നല്ല വിഷം അടിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. റെഡ് ക്യാബേജും കണ്ട്, ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകളും കണ്ട്, അവിടെ കൃഷിക്കാരനെയും കണ്ട്, കോടമഞ്ഞും വരുന്നുണ്ട്. നമ്മുടെ ബൈക്ക് ഇതാ ഒരു ഏരിയ, ആ ഗേറ്റാണ് കണ്ടോ? അവിടെയാണ് നമ്മുടെ ബൈക്ക് നിൽക്കുന്നത്. ഇനി ഫാമൊന്നും പോകാനുള്ള പ്ലാനില്ല. നമ്മൾ നേരെ ഇനി ഊട്ടിക്ക് പോകാനുള്ള പ്ലാനാണ്. നോക്കട്ടെ, നല്ല ഫാമൊക്കെ കിട്ടുകയാണ്. ബീട്രൂട്ടേ നമ്മുടെ സ്ട്രോബെറിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും സ്ട്രോബെറി പറിച്ച് തിന്നണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും റിസ്ക് എടുത്ത് ആ ഒരു ഏരിയയിൽ പോയത്. അപ്പോൾ നോക്കട്ടെ. സെൽറി ജ്യൂസ് போடுறது கொத்தமல்லி பாத்துருக்கீங்களா? கொத்தமல்லி அதே மாதிரி இருக்கும். அது எல்லாம் எடுத்துட்டு போயிட்டாங்க, ஒண்ணுமே இல்ல. ஓகே. இதெல்லாம் வித்து போட்டுட்டாங்களா? அது வந்து புட்கோலி. ഇതാണല്ലേ? ஓகே, தேங்க்ஸ். நாங்கள் கிளம்புறோம். சரி. சரி. അങ്ങനെ എന്താ പറയുക, റെഡ് ക്യാബേജാ വയലറ്റ് ക്യാബേജൊക്കെ കണ്ട്, അതിൻ്റെ കൃഷിയൊക്കെ കണ്ട്, ഇതൊക്കെ എന്നിട്ട് നല്ല രസമാണ് ഇങ്ങനെ വന്ന് നമുക്കിങ്ങനെ പോകാൻ. അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങാണ്. ഇനി നേരെ ഊട്ടിക്ക് പോണ വഴിയിൽ ഇതുപോലത്തെ നല്ല കാഴ്ചകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. അപ്പം എല്ലാം പോട്ടെ. ക്യാപ്സിക്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ കൃഷി നമുക്ക് തേജ് ചോദിച്ചാൽ കിട്ടും. പക്ഷേ ഈ സാധനം നമ്മുടെ അവിടെ കൊണ്ട് വെച്ച് നമ്മൾ അതിൻ്റേതായിട്ടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ അവിടുത്തെ ക്ലൈമറ്റിലൊന്നും വളരുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചിറങ്ങാം.
നമ്മളാ ഫാമൊക്കെ കണ്ട് നേരെ തിരിച്ചിങ്ങോട്ട് ഊട്ടിക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നിർത്താൻ തോന്നി. കാരണം കോട എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഹോടയല്ല കോട. ഈ ലൊട്ടടയ്ക്ക് എനിക്ക് ഇങ്ങനെ മാറിപ്പോകും. ബസ്സൊക്കെ വരുന്നുണ്ട്. നമുക്ക് റോഡ് സൈഡൊക്കെ നിർത്താൻ പറ്റുമെന്നൊന്നും അറിയില്ല. പിന്നെയും നമ്മൾ നിർത്തുകയാണ്. ഇവിടുത്തെ വ്യൂ ഞാൻ ഒരു 360 വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാണ്ട അങ്ങ് കിടക്കണം കോടാമഞ്ഞ്. പിന്നെ ഇങ്ങോട്ടൊന്നും നോക്കി ഒന്നും കാണാനില്ല. കോടാമഞ്ഞ് ഓഹോ താഴ്വരയിൽ ആ പാട്ടൊക്കെ ഓർമ്മ വരും. അത് എവിടെ പോയാലും നമുക്ക് ഓർമ്മ വരും. എവിടെ കോടാമഞ്ഞ് കണ്ടാലും. അതുപോലെ അപ്പോൾ ഇങ്ങനെ നടക്കാതെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ആ ഒരു ഏരിയ ഫുൾ അടിപൊളിയാണ്. ഈ ഉടനെ 2-3 ഫോട്ടോസ് എടുക്കാൻ പറ്റും. 2-3 ഫോട്ടോസ് എടുക്കണം. പിന്നെ ഒരു വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റി എടുക്കും. ഇവിടെ ഫുള്ള് പൈമരങ്ങളാണ്. കണ്ടാ ഞങ്ങൾ കണ്ണാടി എടുക്കണം. അങ്ങനെ ഉണ്ടെന്ന് പറയട്ടാ. അവർക്ക് വരണം എടുക്കുന്നത് 100 രൂപ കിട്ടാൻ പോലും വലിയ ക്വാളിറ്റി ഒന്നുമില്ല. ഒറ്റ പ്രാവശ്യം ഊട്ടി എത്തിക്കഴിഞ്ഞാൽ ഊട്ടിയിൽ ഈ പാർക്കിലേക്ക് വരണമെന്ന് പണ്ട് മുതലേ പറഞ്ഞാണ്. അതുകൊണ്ട് നമ്മൾ ഈ പാർക്കിൽ കയറിയിട്ട് ഗാർഡൻ എന്തോ ഒരു സാധനമോ അല്ല നമ്മൾ ഊട്ടി വരികയാണെങ്കിൽ ഇവിടെ കയറണം. ഊട്ടി വരികയാണെങ്കിൽ ഇവിടെ കയറണം. അതങ്ങനെയാണ്. ഇവിടെ ഒന്ന് കയറിയിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഞങ്ങളൊന്ന് കയറി നോക്കട്ടെ. ഞാൻ കുറേ കണ്ടാണ്, എന്നാലും ഒന്ന് കയറി നോക്കാം. ഈ കണ്ട പാർക്ക് തന്നെ കാണാൻ വേണ്ടി 100 രൂപ കൊടുത്ത് വീണ്ടും കയറേണ്ട ഒരു അവസ്ഥയെ കയറണം. ഇവിടം വരെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാതെ പോയി കഴിഞ്ഞാലും എന്തോ ഒരു നഷ്ടം പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ 100 രൂപ ആക്കി ഞാൻ അറിഞ്ഞില്ല. കണ്ടാ 100 രൂപ. അത് തമിഴാണല്ലോ. ഇംഗ്ലീഷ് എടുത്തു. ഇംഗ്ലീഷ് അവിടെയാണ്. അഡൽട്ടിന് 50 രൂപ, നമുക്ക് 100 രൂപ. അക്കും അഡൽട്ടിന് 100, ഇവര് ചിൽഡ്രൻസിന് 50. എന്ത് തിരക്കണം നോക്കിയോടെ. പുള്ളമൂണേ എടേ പിള്ളേൻ്റെ കളി തന്നെ. ടിക്കറ്റ് എടുക്കാൻ വന്നത് ഊട്ടിയിൽ വന്നത് മെയിൻ ഒരു സാധനം അല്ലേ. ഊട്ടിയിൽ വന്നവർ ഈ പാർക്കിൽ കയറാതെ പോകാത്ത ദിവസങ്ങളില്ല. മീൻസ് പോകാതിരിക്കില്ല. അതല്ലേ, അങ്ങനെയല്ലേ പറയാ? വളരെ ശരിയാണ്. നല്ല മനസ്സിലാവണ്ടാവും. ഞാൻ എന്തൊക്കെയോ വിളിച്ച് തേങ്ങ കൊല മെന്റലായിക്ക് 100 രൂപ ഇവിടെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ സങ്കടം. വെറുതെ കാണിച്ച് ബോറടിപ്പിക്കണില്ല. ഞാനന്ന് ഈ പാർക്കൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവരാം. എന്നിട്ട് നമുക്ക് തിരിച്ച് പോണ വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണാം. ഇവിടെ കാണാനായിട്ട് ആ ഒരു സംഭവമൊക്കെ തന്നെ ഉള്ളൂ. നോക്ക്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടിക്കുക. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലും ഇവിടുത്തെ പുസ്തകമൊക്കെ ഉണ്ടാകുന്നത് നല്ല ആൾക്കാരിനെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല മെയിൻ്റെനൻസ് വേണം. പണിയെടുത്തിന് നോക്കി അടിക്കുന്നതിന് നമ്മളും കുറ്റമൊന്നും പറയാനും കഴിയില്ല. ഇല്ലേ, കാണാത്തവരില്ല, ആരുമില്ല എന്ന് എനിക്കറിയാം. ഊട്ടിയിലെ പാർക്ക് ഇതൊക്കെയാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ കാണാം. ഒരു കടയിൽ വെച്ചിട്ട് വന്നിരിക്കും. അവൻ ബുക്കൊന്നും അറിയില്ല. ഹെൽമെറ്റും പോയിട്ട് പോകുമ്പോൾ കാണാം. അങ്ങനെ എങ്ങനെയുണ്ട്? ഞാൻ എടുത്ത് വേറെ അത് അക്കുന് കൊടുത്തു. അക്കുല്ലേ, അക്കു ഒരു ചലഞ്ച് തന്നിരിക്കട്ടെ. അക്കു വീഡിയോ എടുക്കാൻ പറഞ്ഞ ഇവിടെ ഇത്ര ആൾക്കാരുണ്ട്. അതിൻ്റെ ഇതോടെ എവിടെയെങ്കിലും പോയിട്ട് ഒറ്റ നിലവിളി. നടുക്ക് എന്ന് പറയുമ്പോൾ അങ്ങ് പോകേണ്ടി. ഇത് ഇവിടെ തന്നെ നടുക്ക്. അപ്പം അവിടെ പോയിട്ട് ഒറ്റ നിലവിളി. എന്നിട്ട് മിണ്ടാതെ ഒന്നും അറിയാത്ത പോലെ നടന്നു തരാം. അക്കു ഇത് വീഡിയോസ് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒന്നും അറിയാത്ത പോലെ തിരിച്ചു വരും കേട്ടോ. ഇങ്ങനെ തന്നെ ഇട്ടാണ്. ഓക്കെ അല്ലേ? എന്താന്നറിയില്ല. ആരെയും പിടിച്ച് അടിക്കുമെന്നൊന്നും അറിയില്ല. റെക്കോർഡിങ് കാണാൻ അതെ. കേൾക്കുന്നുണ്ട്. ചലഞ്ച് കഴിഞ്ഞു.
അവിടെ പോയി നിലവിളിച്ചു. ആരൊക്കെയോ നോക്കണ്ടായിരുന്നു. തലയും താത്തിച്ച് മിണ്ടാതെ നടന്നു. നിങ്ങളതിൽ വീഡിയോ എടുക്കും പറഞ്ഞിട്ടൊരു സാധനം കണ്ടില്ലേ, അക്കൂന് ചെറിയ വന്നിട്ട് സൈക്കിളില്ല. അതാണ്. അപ്പോൾ അവിടെ ഇനി അധിക നേരം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് മെല്ലെ കറങ്ങി വേറെ സൈഡ് കൂടെ പോയിട്ട് ഇപ്പോൾ ഞങ്ങൾ വീണ്ടും അതിൻ്റെ വേറൊരു ഭാഗത്ത് എത്തും. പക്ഷെ അവിടെ നിന്ന് മാറിയിട്ട് നടക്കും. അതാണ് പരിപാടി. അപ്പോൾ ഓക്കെ, ഇറങ്ങിയിട്ട് വേണം. അവിടെ നിന്ന് വേഗം ഇറങ്ങി. അവിടെ നിന്നൊന്നുമില്ല, ഭ്രാന്താകാൻ തുടങ്ങി. ചിലച്ചൊക്കെ കഴിഞ്ഞ് മൂടുപോയി. പിന്നെ ഈ സാധനം മിസ്സായി, വണ്ടിൻ്റെ ചാവി മിസ്സായി. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് തിരിച്ചു നോക്കുമ്പോൾ ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് മേടിച്ചില്ല, കടയിൽ തന്നെ വെച്ചിട്ട് പോയിരിക്കുക. കൂളിംഗ് ഗ്ലാസ് നോക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക. ഫുഡ് കഴിച്ചിട്ട് വരാം. ഊട്ടിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട് തിരിച്ചിറങ്ങണം. എവിടേക്കിലേക്ക് എത്തിയിട്ട് കാണാട്ടാ. സ്ട്രോബെറി തോട്ടം കാണണം പറഞ്ഞ് വീണ്ടും ഞങ്ങളൊരു മല കയറി. പക്ഷെ അയാളെ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയിരിക്കുക. അവിടെ എർത്തൊക്കെ ഇട്ടിട്ട് വേണ്ട ഫുള്ള് അങ്ങോട്ട് കിടക്കാം. പക്ഷെ സ്ട്രോബെറി അതിലുണ്ട്, എനിക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതാ കിടക്കുന്നു. വേണ്ട അവർ കണ്ട അവിടെ അങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഇവർ ഇങ്ങനത്തെ ഫാമുകൾക്കൊന്നും നമ്മൾ അലോഡ് ആക്കില്ല. അവിടെ കുപ്പി കണ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് തന്നെ അറിയില്ല. ഒരു 10-20 കുപ്പിയുണ്ട്. അപ്പം ഞങ്ങളെന്തായാലും ഇവിടെ നിന്ന് മെല്ലെ തിരിച്ചിറങ്ങാം. നമ്മളിനി ഊട്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് ചോട്ട് വന്നു. മേട്ടുപാളത്തേക്ക് ഇനി ഇവിടുന്ന് 10-25 കിലോമീറ്റർ 30 കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മെല്ലെ തിരിച്ചിറങ്ങട്ടെ. ചായ കുടിക്കാൻ നിർത്തിയാണ്. അവിടെ എത്തി നമ്മൾ മേട്ടുപ്പാള എത്തി. ഇനിയിപ്പോൾ പാലക്കാട്ടേക്ക് ഒരു 2 മണിക്കൂറും കൂടെ റെയിലുണ്ട്. അക്കുവാണ് ഇനി വണ്ടി എടുക്കാൻ പോകണം. ഒറ്റ പട പഠിക്കാൻ പോകണം. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരു ചായക്കടയിലേക്ക് കയറി ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് ചായയൊക്കെ കുടി കഴിഞ്ഞ് അവിടെ അപ്പുറത്തെ കടയിലെ വാഷ് ബേസിൽ പോയി ഫേസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആളുടെ അടുത്ത് ചോദിച്ചു ഞാൻ വാഷ് ബേസ് ഉണ്ട്. അപ്പോൾ അപ്പുറത്തെ കടയിലുള്ള ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടുന്ന് ചായ കുടിച്ചു. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും തിരിച്ച് പോവാണ്. ഇതായിരുന്നു ഒരു കൊച്ചു ഊട്ടി ട്രിപ്പ്. ഊട്ടി ആയിരുന്നില്ല പ്രതീക്ഷ. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് അട്ടപ്പാടിയായിരുന്നു. അട്ടപ്പാടി പോയി ആലപ്പുഴ പോയി. ആലപ്പുഴയിൽ നിന്ന് പിന്നെ ഞങ്ങൾ ബാംഗ്ലൂരെത്തി. ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ എങ്ങോട്ടായിരുന്നു നോക്കി. അങ്ങനെ ഒരു രാത്രി വിളിച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഊട്ടി എത്തി. ഇതുപോലെ കൊച്ചു വീഡിയോസ് ഇടാനാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞങ്ങളെന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞു. പാലക്കാട്ടേക്ക് ഇനി ഒരു 1/2 കിലോമീറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ചായക്കടയിൽ കൂടെ നിർത്തി ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ്. വണ്ടിയിൽ ഇരുന്ന് മടുത്ത്. നമ്മളെപ്പോഴും ഒരു ട്രിപ്പിന് പോകുമ്പോൾ നമുക്ക് പോകുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. പക്ഷേ പോകുമ്പോൾ നല്ല സുഖമായിരുന്നു. തിരിച്ച് വരുമ്പോൾ ഇങ്ങനെ ഒന്നുമില്ലാത്ത പോലെ കിളിയൊക്കെ പാറി ഇങ്ങനെ ഓടിച്ചു വരും. അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ. ചായ കുടിക്കണ്ടോ? ബാ, പിന്നെന്നാ ഇരിക്കുന്നു.